ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പം മൈക്കൊന്നും കണ്ട് ശരിയായിട്ടില്ല, എന്നാലും ഞാൻ ഒന്ന് വന്നതാണ് കേട്ടാ. എന്താ വെച്ചാൽ വീഡിയോ ഉണ്ട്, പക്ഷേ വോയിസ് കൊടുക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയാട്ടാ. അപ്പം എന്തായാലും ശരിയാവും. അപ്പം ഈ ഒരു വോയിസ് എന്തായാലും നിങ്ങൾക്ക് കേൾക്കണവർക്ക് അത്ര സുഖം പോരാ, എന്നാലും ഈ നിങ്ങൾക്ക് കുഴപ്പമില്ല വെച്ചെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടോളാം കേട്ടാ. അപ്പോൾ 3 പ്രാവശ്യം ഇപ്പോൾ ഡോക്ടർക്ക് പോയിട്ട് അന്നേരം പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, കഫക്കെട്ടിൻ്റെയാണെന്ന് പറഞ്ഞിട്ടാണ് ചുമ. അന്ന് മോളുടെ കല്യാണത്തിന് ഗുരുവായൂർ പോയപ്പോഴേ അവിടുന്ന് ഒരു 7up മേടിച്ചിട്ട് കുടിച്ചു. അതാട്ടെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പോൾ കല്യാണ വീഡിയോ ഇട്ട് വോയിസ് കൊടുക്കാൻ പറ്റാത്തതിലേക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടാ. ഓരോരുത്തരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും ഒന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് തല പൊന്തിയപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാട്ടത് പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, വലിയ അടുപ്പ്. അപ്പോൾ അതൊക്കെ ഞാനത് തൂർത്ത്, എന്നിട്ട് അതിൻ്റെ കുറച്ച് മുന്നോട്ട് ഞാനൊരു ചെറിയൊരു അടുപ്പുണ്ടാക്കിയതാട്ടാ, ഉണ്ടാക്കുകയാണ് കേട്ടാ. അപ്പോൾ ഈ വലിയ വലിയ മുട്ടികളും ഇതൊക്കെ ഉണ്ടല്ലോ, തെങ്ങിൻ്റെയും ഒക്കെ കുറച്ച് വീട്ടിൽ നിന്നൊക്കെ വിറക് വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കത്തിപ്പോവും. അതുകൊണ്ടിട്ടൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ കുത്തി തിറക്കില്ലേ. അപ്പോൾ വേനൽക്കാലമാണല്ലോ, വേനൽക്കാലമായി എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ചെറുപ്പക്കാലത്തൊക്കെ പുറത്തൊക്കെ അടുപ്പുണ്ടാക്കും. ഇട്ട് ചവറൊക്കെ അടിച്ചു കൊടുത്തിട്ട് അരി തിളയ്ക്കോളം പിന്നെ അതിൽ കത്തിക്കും. പിന്നെ തിളച്ചാൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ പൂട്ടാം. പിന്നെ അതുപോലെ മുൻവശത്തൊക്കെ മുറ്റത്തെ മണ്ണൊക്കെ നീക്കിയിട്ട് ആദ്യം കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മണ്ണെടുത്തിട്ട് മുറ്റൊക്കെ തേക്കും. എന്നിട്ട് പിന്നെ ഉണങ്ങിയാൽ ചാണം കൊണ്ട് തേച്ചിടും കേട്ടോ. അത് മിക്ക വീട്ടുകാരും ചെയ്യണ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പം ഒന്നും അങ്ങനെ ആരും ചെയ്യില്ല കേട്ടാ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കക്കൂസിൻ്റെ ടാങ്കി കുത്തിയിട്ടുള്ള ആ മണ്ണൊക്കെ ഇവിടെ കേട്ടാ. അപ്പോൾ ആ മേലത്തെ മണ്ണാണ് നീക്കിയാൽ നല്ല വശമുള്ള മണ്ണ് കിട്ടാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അടുപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പുണ്ടാക്കുന്നത് വലിയൊരു കാര്യമല്ല, എന്നാലും ചിലർക്കൊന്നും പറ്റില്ല കേട്ടാ. എത്രയായാലും വലിയ ഭംഗിയില്ലെങ്കിലും ഒരടുപ്പ് ശരിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛന് കൽപ്പണിയൊക്കെ ആയിരുന്നു, അത് കാരണമൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മളെ ദേവകി ചേച്ചും ഉണ്ടാക്കും കേട്ടോ നന്നായിട്ട് അടുപ്പൊക്കെ. അപ്പം അപ്പൂനെ പുറകുവശത്താട്ട കെട്ടുക. അപ്പോൾ ഓൻ്റെ കുറേ അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ, വോയിസ് കൊടുക്കാൻ പറ്റാതെ എന്ത് വീഡിയോ. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞ്, അപ്പോൾ മോൻ വന്നു. അപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കണില്ല ചോദിച്ചാൽ ആൾക്ക് വയ്യ വോയിസൊന്നും കൊടുക്കാൻ. ഞാനപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ എടുത്തു തരാനായിട്ട് ഓൻ വന്നിട്ട് കുറച്ച് വീഡിയോ ഒന്ന് എടുത്തു തന്നതാണ് കേട്ടോ. അപ്പോൾ അതും 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അത് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഒക്കെ ഇനി ഡിലീറ്റ് ആക്കുമ്പോൾ ഒക്കെ പോകണ്ടാച്ചിട്ട് ഞാനൊന്ന് ഇട്ടതാട്ടാ. അപ്പോൾ ആ അടുപ്പൊക്കെ തൂർത്തിട്ട് ഞാൻ നല്ലൊരു അടുപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ചോറൊക്കെ വെക്കുന്നത് അതിലാണ് കേട്ടോ. അപ്പോൾ ഈ സാരി കല്യാണത്തിൻ്റെ മോളുടെ തലേദിവസത്തെ സാരിയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം വൈകുന്നേരത്താണ് ഞാനൊക്കെ കഴുകിയിട്ടത്. അപ്പോൾ അതൊക്കെ നല്ല കാറ്റും നല്ല വെയിലുമാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ തിരുമ്പിയതൊക്കെ ആയിട്ട് വന്നപ്പോൾ അതിലുമ്പോൾ സ്ഥലമില്ല. അപ്പോൾ ഉണങ്ങിയതൊക്കെ ഉണ്ട് എടുക്കുക കേട്ടാ. എന്നിട്ട് നമ്മളൊക്കെ കഴുകി കിടന്നൊക്കെ ഒന്നാണ്ട് വിരിക്കണം. പിന്നെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞ് സുനിതയുടെ ശബ്ദത്തിൽ കേൾക്കാനായിരുന്നു ഇഷ്ടം. എനിക്കും അതന്നെയായിരുന്നു ഇഷ്ടം കേട്ടോ. പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ഞാൻ അത്രയും സമയമില്ലാത്തൊരവസ്ഥയിൽ ഞാനൊരു 5 മിനിറ്റ് വീഡിയോ ഇവിടെ ഫോട്ടോ ആയിരുന്നു കേട്ടോ. എന്നാലും ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ വന്നത്. പക്ഷേ ഒരു ശക്കരം ശബ്ദം എന്ന് പറയണത് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം നമ്മൾ ദേവകി ചേച്ചിക്ക് 3 ആൺകുട്ടികളാട്ടാ. അപ്പോൾ അവർ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും മൂത്ത ഉണ്ട് കേട്ടോ. മോളെ കുഞ്ഞ കുട്ടിയാകുമ്പോഴും വലിയതാണ്. മോന് ഭയങ്കര ചെറിയതാകുമ്പോഴും ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കി അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്കും ഓനോട് ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അനീഷേട്ടൻ വരും എന്തായാലും, അജീഷേട്ടൻ വന്നില്ലെങ്കിലും എന്നൊക്കെ ഇങ്ങനെ മോള് പറയും. അപ്പോൾ അതിൽ 2 ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞ് വരാൻ പറ്റില്ല, ഇവിടെ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞ് 2 കൂട്ടർ വീഡിയോ കോളിൽ വന്നിട്ട് ഇങ്ങനെ വരാൻ പറ്റില്ല, എന്താ ചെയ്യുക, നമ്മൾ വിചാരിച്ച് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തൊക്കെയാണ് പായസം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് പരിപ്പും പാലടയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഞാൻ സദ്യരെ കാണിക്കുമ്പോൾ അപ്പം പായസം ഒന്നും വിളമ്പിയിട്ടില്ലായിരുന്നു കേട്ടോ. പരിപ്പും പാലടയൊക്കെ ആയിരുന്നു പായസം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അവർക്ക് കൂടാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അങ്ങനെ അപ്പം അടുപ്പൊക്കെ ഉണങ്ങിയിട്ടാണ്.
അടുപ്പൊക്കെ ഉണങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ചാണകം എടുത്ത് തുറന്നിട്ട് അതൊന്ന് കലക്കുക കേട്ടോ. അപ്പോൾ ചാണം എൻ്റെ ചെറുപ്പക്കാലത്ത് അതെ ഇങ്ങനെ തേക്കുമ്പോഴൊക്കെ ഞാൻ കൂടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ചാണം ഞാൻ തൊഴുത്തിൽ നിന്ന് എടുത്തതാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു അറപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കിയിട്ടൊക്കെ ഒന്ന് അടുപ്പൊക്കെ തേച്ചാലാണ് കേട്ടോ നല്ലൊരു വൃത്തി ഉണങ്ങി വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചെടുക്കുകയാണ്. അപ്പോൾ മറ്റ് വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഗുരുവായൂരിന് താലി കെട്ടിയിട്ട് ഞങ്ങളൊരു വണ്ടി വേഗം കണ്ട് പോന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പയ്യൻ്റെ വീട്ടുകാർ ഒക്കെ വന്ന് ബസ്സിൽ. അപ്പോൾ പെണ്ണിനും ചെക്കനും ഒക്കെ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ എതിരേൽക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പാട്ടോ. അങ്ങനെ ആ സമയത്ത് ചേച്ചിയുടെ 2 മക്കളും കൊണ്ട് കയറി വന്നു. അപ്പോൾ അവർ സർപ്രൈസായിട്ട് മോളെ കല്യാണത്തിൻ്റെ തലേദിവസം വരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് വന്നിട്ട് എന്തോ ടിക്കറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നമായിട്ട് എയർപോർട്ടിൽ നിന്നത്ര ഒരു ദിവസം. എന്നിട്ട് വേറെ ടിക്കറ്റ് എടുത്തിട്ട് അത്ര അവർ എത്തിയതൊക്കെ എന്നിട്ട് അവർ പിന്നെ പൈസ എന്തോ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത്രേ. അപ്പോൾ അവർക്ക് കുറേ നഷ്ടമായിട്ടാണ്. എന്നാലും അവർ നമ്മൾ വിളക്ക് ഒക്കെ തിരിയിട്ട് എതിരേൽക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരുണ്ട് കയറിയിട്ട് വന്ന് ചിരിച്ചിട്ട് അപ്പോൾ പറയില്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പക്ഷെ എനിക്ക് എന്താ അറിയില്ല കേട്ടോ, ഞാനായിട്ട് കരഞ്ഞിക്ക് ഭയങ്കര സങ്കടം സഹിക്കണില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ എന്തോ കുറേ ദിവസമായിട്ടായിരുന്നു മനസ്സിന് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. അങ്ങനെ ഇവരുണ്ട് കണ്ടപ്പോൾ എന്താ സന്തോഷം കൊണ്ട് കരയുകയെന്നറിയില്ലേ, അതാണ് കേട്ടോ. അല്ലാണ്ട് അവർ വന്നതിലുള്ള സങ്കടമല്ല, നമുക്കണ്ട് സങ്കടമായി. അപ്പോൾ അവനും എന്നെ കെട്ടിയത് പിടിച്ച് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ്. പിന്നെ എൻ്റെ ആങ്ങളയുടെ മോളെ കല്യാണത്തിന് അതെ 3 ആൾക്കും പങ്കെടുക്കാൻ പറ്റി. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം ചെയ്യുന്നു. അപ്പോൾ അവർ 2 ആളും പോയിട്ടാണ്. അവിടുത്തെ അടുത്ത മാസമേ പോവുള്ളൂ. അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ശബ്ദം കിട്ടണ്ടേ. ഞാൻ ആലോചിക്കുക കേട്ടാ, മുണ്ടാൻ പറ്റാത്ത ഓരോരവസ്ഥ. ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് വോയിസ് കൊടുത്തിട്ട് വിടാം. അതൊന്നും പറ്റണില്ല എന്ന് വിചാരിച്ചാൽ എന്താ പിന്നെ ചെയ്യാം. അപ്പോൾ അത് ആ വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഇത് മോളെ കൊണ്ടുപോയ വീടിൻ്റെ പരിസരമാട്ടാ. അപ്പം ഞങ്ങൾ അമ്മ പോക്കിന് പോയപ്പോൾ കുറച്ച് ആൾക്കാർ ഇനി പോയുള്ളൂ. വീടിൻ്റെ എടുത്ത ഒരു വ്യൂ ആണ് കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ പാടം, ഒരു സൈഡിൽ ഇങ്ങനെ റബ്ബർ ഒക്കെ ആയിട്ടാ. അപ്പോൾ ഇങ്ങനെ ഇതിലിങ്ങനെ ഏത് വേനൽക്കും വെള്ളമുള്ള കാരണം ഇവർക്ക് കിണറ്റിലൊന്നും വെള്ളത്തിനൊന്നും ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. ഇതിലിങ്ങനെ വെള്ളം നല്ല ആഴമുള്ള കുളം, അതിൽ വെള്ളം നിൽക്കുന്ന കാരണം. പിന്നെ പട്ടാമ്പിക്ക് പോണ റോഡാണ് കേട്ടോ, വണ്ടി പോകുന്നുണ്ടാ. അപ്പോൾ പാടത്തിൻ്റെ നടുക്കിൽ കൂടെ പോണ റോഡ് പട്ടാമ്പിക്കാട്ടാ പോണത്. ഇവരെ കൂട്ടുപാടാന്ന് പറയും, തിരുമെറ്റക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടാ മോളെ കൊണ്ടുപോയില്ല. അപ്പോൾ മേലൊക്കെ കയറി ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ആ ഭാഗമൊക്കെ. അപ്പോൾ ഒരു സൈഡാണ് ഇട്ടത് നിറയെ റബ്ബറായിട്ട് നല്ല സിനിമ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ താഴ്ന്നൊന്നും ഞാൻ പിടിച്ചില്ല, മോൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ വീഡിയോയിൽ പിടിക്കണമെന്ന്. വീഡിയോ ആളുള്ളപ്പോൾ കൂടി പിടിക്കണമെന്ന്. അപ്പോൾ മേലെ കയറിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ശബ്ദം ഒന്നെല്ലാം പോയപ്പോൾ ആദ്യമൊക്കെ പിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സാവധാനം റെഡി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വോയിസ് കൂട്ടുകാർക്ക് കുഴപ്പമില്ല വെച്ചെങ്കിൽ ഞാൻ വീഡിയോ ഇടാട്ടാ. ഇതിൻ്റെ ചേച്ചിയുടെ മോളാട്ടാ, ഒരു ചേച്ചിയുടെ ഇവള് ബ്യൂട്ടീഷ്യനാണ്. ഇവളാണ് മോളേനെ തലേസൊക്കെ ഒരുക്കിയത്. അപ്പോൾ ആ നിൽക്കുന്ന നീല ഷർട്ട് എൻ്റെ ചേട്ടനാട്ടാ. എൻ്റെ മോളെ കല്യാണമാണ് ഇപ്പോൾ കഴിഞ്ഞത് കേട്ടാ. പിന്നെ വലിയ ചേട്ടനാണ് ആ നിൽക്കുന്നത്, പിന്നെ ഗോപിയേട്ടൻ, പിന്നെ അത് വണ്ടിയിലത്തെ ഡ്രൈവറും കേട്ടാ. പിന്നെ മറ്റ് ഈ ചേച്ചിയുടെ മോളെ ഹസ്ബൻഡ് വന്നിട്ടാ. അപ്പം അവർക്ക് മേലെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പം അങ്ങനെ ഇട്ടാ കൂട്ടുകാരെ വിശേഷങ്ങളും. പിന്നെ ഞാൻ പുതിയ അടുപ്പിലാണ്ട് തീ പൂട്ടിയിട്ടാ. നമ്മൾ ആലുവ അടുപ്പൊക്കെ മാറി നിൽക്കൂട്ടാ. എന്തിനാ കുറേ പുകയില്ലാത്ത അടുപ്പ് നല്ല സൂപ്പറായിട്ട് വേഗം വെള്ളം തിളച്ചിട്ടാ. എന്താ വെച്ചാൽ 4 ഭാഗത്തു കൂടിയും തീ വരില്ലേ, നമുക്ക് എന്ത് മുട്ടിയും ഒക്കെ കൊടുന്ന് വയ്ക്കാമല്ലോ. അങ്ങനെ ചോറൊക്കെ വെന്ത് കൂറ്റിയപ്പോൾ നമ്മൾ തളമീനായിരുന്നു കേട്ടോ.
ആളാന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്തുണ്ടായിരുന്നു കല്യാണത്തിനുള്ള. അപ്പോൾ അതൊക്കെ വറുത്ത് ഞാൻ മാങ്ങയുണ്ടായിരുന്നു. കറിയൊക്കെ ഒരു പകുതി വേവായപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടതാട്ടാ. ഇറക്കാരാകുമ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ ഇടണം. അപ്പോൾ കറി ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചു കിട്ടാ. അപ്പോൾ ഞാൻ ചോറൊക്കെ വയ്ക്കണത് ഈ അടുപ്പത്താട്ടാ. സമയം ഉണ്ടെങ്കിൽ അപ്പോൾ കറി അതുമ്പോൾ തന്നെ വെക്കും. പിന്നെ കുളിക്കാനൊക്കെ വെള്ളം വെക്കും. നല്ല സൗകര്യമായിട്ടാ. നമ്മൾ ആത്ത് വീതരയുമ്പോൾ പൊടി ഇതൊന്നും ആവില്ല. എന്തായാലും സൂപ്പറായി. അപ്പോൾ ചോറും കറിയൊക്കെ അതിൽ തന്നെ വെച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷത്തിൽ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരെ. ഓക്കെ, ബൈ.